നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും എന്തെങ്കിലും ഒരു പെണ്ണിന് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കർശന നടപടി നമ്മൾ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ഓ എന്താ പെടലി ഉളുക്കിയിരിക്കുവായോണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എങ്കിലും പറയുവാണ്. അത് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം കൊണ്ടുവരും എന്നല്ല പറഞ്ഞ കർശന നടപടി. പെണ്ണിന് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. അതേ കണക്ക് തന്നെ വേറൊരു സംഭവം പറയട്ടെ. 2022 ഒരു പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നപ്പം ഈ സാറിന്റെ ഈ പിണറായി വിജയന്റെ പോലീസുകാര് ആ പെണ്ണിനെ കുറെ വട്ടം ബലാത്സംഗം ചെയ്ത് ആ പെണ്ണിന് എവിടെങ്കിലും നീതി ഉണ്ടോ? സത്യം. ഈ പറയുന്ന കൊല്ലം MLA മുകേഷ് ഒരു പെണ്ണ് മുകേഷിനെതിരെ പരാതി കൊടുത്ത് ആ പെണ്ണിന് എന്തെങ്കിലും നീതി ഉണ്ടോ? സിനിമ നടനല്ലടാ. അല്ല, ആ പെണ്ണിന് എന്തെങ്കിലും നീതി കിട്ടിയോ? പിന്നെ അതേ കണക്ക് തന്നെ പിന്നെ ഇത്രയും താളം വിട്ടല്ലോ. നിവിൻ പോളിക്കെതിരെ ഒരു പെണ്ണ് പരാതി കൊടുത്തായിരുന്നു. അത് കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞ് ആ പെണ്ണിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? അപ്പൊ ഇവിടെ പെണ്ണിന് മാത്രമേ ഉള്ളൂ മുൻതൂക്കം. ഇവിടെ പെണ്ണിനല്ല മുൻതൂക്കം. ഇവിടെ സെലിബ്രിറ്റികളും കാശുള്ളവർക്കും വേണ്ടി മാത്രമാണ് ഈ നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതെ, സത്യം തന്നെ. അല്ല, ജയമാൻ ഇതേപോലെ ഒരു വേദിയിൽ കയറി എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതൊന്ന് കണ്ട് നോക്കിയേ. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മ ഇതിൽ കമന്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചാൽ മതി. അല്ലയോ പിണറായി വിജയ, ഈ പറഞ്ഞ സ്ത്രീക്ക് അവർക്ക് അവരുടെ മാനം വരെ പോയി. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിനകത്ത് അവരെന്ത് നാണം കെട്ട് കാണും. സ്വന്തം വീട്ടിലുള്ള മക്കളുടെയോ ഭർത്താവിന്റെ സ്വന്തക്കാരുടെ ബന്ധുക്കാരുടെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അതുമല്ല, അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇവരോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കായ പോലും ഒരു വിഷമം. ആശാനെ അടുപ്പിലും തൂറാം. കാരണം വെച്ചാൽ ഇയാൾക്കൊക്കെ എന്ത് തോന്നിവാസവും കാണിക്കാം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇമാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട. അതെ പിണറായി വിജയ, അമ്മാതിരി കമന്റ് ഒന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾക്ക് നീതി വേണം. ആണുങ്ങൾക്ക് നീതി വേണം. പെണ്ണുങ്ങൾക്ക് നോട്ടത്തിലോ ഭാവത്തിലോ അല്ലെ പ്രവൃത്തിയിലോ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. അങ്ങനെ തീരുമാനം എടുക്കുന്നത്. കാരണം കുറെ പീഡനങ്ങൾ കുറയട്ടെ, കുറെ അക്രമങ്ങളും കുറയട്ടെ. പക്ഷെ ഒരുപാട് പാവപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട്, നീതി കിട്ടാതെ ഒരുപാട് സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു നീതിയും ഒന്നും നടപ്പാക്കുന്നില്ല. അത് കണക്കാൻ ആണുങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഒരു പെണ്ണ് കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കള്ളക്കേസ് എന്തുവാന്ന് പോലും അന്വേഷിക്കാതെ ഏതെങ്കിലും ഒരു ആണിനെ എടുത്ത് അകത്തിടും. അതാണ് ഇപ്പൊ നടന്നു വരുന്നത്. അത് ആ കള്ളക്കേസാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ ഒരു ശിക്ഷ പോലും കൊടുക്കത്തില്ല. വെറുതെ വിട്ടു. ഈ ജയിലിൽ കിടക്കുന്ന ആണുണ്ടല്ലോ, ഒരു പെണ്ണ് കള്ളക്കേസ് കൊടുത്ത് ജയിലിലാക്കുന്ന ആണ്, പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ അയാളെ വെറുതെ വിട്ടു. ന്യൂസിന് പറയും ശിക്ഷ, ഇയാൾ ഒന്നും കുറ്റം ചെയ്തിട്ടില്ല. അവൻ ചിലപ്പോ 80, 55, 60 ദിവസം ജയിലിൽ കിടക്കും. അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല. അവന്റെ മാനസിക വിഷമോ അവന്റെ വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തയോ ചിന്തിക്കത്തില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങോട്ട് പരാതി കൊടുക്കും, എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ അതൊന്ന് കേസെടുത്ത് അവനെ അകത്താക്കും. ഇതാണ് ഇവിടെ നടന്നു വരുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായി വരണം. അല്ലാതെ 10 വോട്ടിന് വേണ്ടി ഈ നാടകങ്ങൾ കാണിക്കേണ്ട. 1.25 വർഷം കൂടെ ഉള്ളൂ. 10 വോട്ടിന് വേണ്ടി ഈ നാടകങ്ങൾ കാണിക്കേണ്ട. സ്ത്രീ സുരക്ഷ, ഈ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഈ കിടക്കുന്ന ഈ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ കാണിക്കുന്ന എന്തൊക്കെ തോന്നിവാസങ്ങളാണ്, എന്തൊക്കെ പോക്കൃത്തരങ്ങൾ പറയുന്നത്. MM മണി എന്തൊക്കെ തോന്നിവാസങ്ങളാ പറയുന്ന പെണ്ണുങ്ങളോടത്തും അവമര്യാദ വരുന്ന. ഒരു ബോച്ച പറഞ്ഞപ്പം പിടിച്ച് ഒന്നും ചെയ്യാതെ ഏമാന്റെ പോലീസുകാർ, സാറിന്റെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ച് ജയിലിലാക്കിയല്ലോ. ഈ പറയുന്ന ഗണേശ്, MM മണി, മുകേഷ്, ഇവരൊക്കെ എന്തൊക്കെ തോന്നിവാസം. പിന്നെ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സരിത എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തൊക്കെ രീതിയിൽ കേസ് കൊടുത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. ഇത് പറയുമ്പോഴേ പ്രശ്നം എന്നറിയോ, നമ്മൾ കോൺഗ്രസ്സുകാരാവും. അതാണ് തന്നെ. ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ സരിതയ്ക്ക് എന്തെങ്കിലും കൊടുത്തോ നിങ്ങള്? അല്ല, എന്തെങ്കിലും കൊടുത്തോ? ഒന്നും കൊടുത്തില്ലല്ലോ. പിന്നെ താളം അടിക്കാനും 10 വോട്ടിനും വേണ്ടി ചുമ്മാ കിടന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഷോ കാണിക്കായിരുന്നു. രാഷ്ട്രീയക്കാരന്മാരെ തനി ഗുണമാണല്ലോ കാണിക്കുന്നത്. ഇത് ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരൻ അല്ലെ BJP, നമ്മൾ ഒരു പാർട്ടിയോടും താല്പര്യമില്ല. BJPയോടും താല്പര്യമില്ല, കോൺഗ്രസിനോടും താല്പര്യമില്ല, ഈ കമ്മ്യൂണിസ്റ്റിനോടും താല്പര്യമില്ല. താല്പര്യം എന്ന് പറഞ്ഞ സാധനമില്ല, ഇഷ്ടമല്ല. പാർട്ടി എന്ന് പറഞ്ഞ ഈ ബിസിനസിനോട് നമുക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നമ്മുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്? അതുകൊണ്ടാണ് കേരളത്തിന്റെ വെളിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യത്തില്ല. ചർച്ച ചെയ്യും നമ്മൾ. അത് പിന്നെ ഇപ്പൊ നമ്മൾ കേരളത്തിനകത്തേന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ടന്റ് അല്ല ഞങ്ങൾ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ഏത് രാഷ്ട്രീയക്കാർ ഭരിച്ചാലും അവരുടെ തെറ്റ് കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സപ്പോർട്ട് ചെയ്തുമല്ല. ഈ കമന്റ് ഇടുന്നവരെല്ലാം കുറെ കമന്റ് ഇടുന്നുണ്ടല്ലോ, കുറെ അമാര് സംഖ്യയാണ്, അമാര് പിന്നെ മറ്റവന്മാരാണ്, മറിച്ചാരാണ്. ഞങ്ങളൊന്നും ഒരു പാർട്ടിയുടെ അടിമയല്ല. ഇനി നാളെ ഇവിടെ BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇതേ കണക്ക് തന്നെ. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിർത്തുമ്പം നമ്മളങ്ങ് പരിപാടി നിർത്തുമല്ല. ഏതോമാര് ഭരിച്ചിട്ട് ഏതോമാര് ഞങ്ങൾ തോന്നിയ ദിവസം കാണിച്ചാലും ഞങ്ങൾ പലതും വിളിച്ചു പറയും. ഇപ്പോഴും നമ്മളുടെ മുമ്പിൽ പല പ്രശ്നങ്ങളും വന്നു കിടക്കുന്നുണ്ട്. അതായത് പാലക്കാട് ഭാഗത്ത് ഒരാൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരാന്ന് നമ്മുടെ തല പോയാലും നമ്മൾ ആരാന്ന് പറയത്തുമില്ല.
ഇനി നിങ്ങൾ നമ്മളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളെ തല പോയാലും നമ്മൾ ആരാന്ന് പറയത്തില്ല. ഇത് കണക്ക് പാലക്കാട് നിന്നൊരു ചേച്ചി വിളിച്ചു, ചേച്ചിയുള്ള പ്രായമുള്ളവരെ കണ്ട അമ്മയെ കണ്ട അവരെ വിളിച്ചിട്ട് പാലക്കാടിനാന്ന് തോന്നുന്നു, കറക്റ്റ് സ്ഥലം എനിക്ക് ഓർക്കുന്നില്ല. അവിടെ കുറെ ഏരിയയില് ചാരായം പാറ്റുണ്ട്, ഇങ്ങനെ കുറെ അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ്. അപ്പൊ അവര് പറഞ്ഞ് ഇവിടെ ചാരായം പാറ്റുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചാരായം മാറ്റി നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ അവരോട് ഇതല്ലേ, അതൊക്കെ നമ്മളല്ല ചെക്ക് ചെയ്യും, നമ്മളിപ്പോ ചാരായം മാറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വീട് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ അവരോട്. അവർ പറഞ്ഞു ചാരായം മാറ്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരൻ. നമ്മളൊന്ന് ഞെട്ടി. അതിലും വലിയ ഞെട്ടൊക്കെ അറിയോ, സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാര്, പിന്നെ MLA വരെ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പല രാഷ്ട്രീയ മുതിർന്ന നേതാക്കളുമാരും അവിടെ പാർട്ടിക്ക് രാത്രി വരാറുണ്ട്. ചാരായം മാത്രമല്ല, അവിടെ പല കാര്യങ്ങളും അവിടെ ഉണ്ട്. ആമ്പിള്ളാര് മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ഏതൊക്കെയോ സ്ഥലം പറഞ്ഞു, അവിടുത്തെ ആമ്പിള്ളാരെ വരെ അവിടെ കൊണ്ട് കാഴ്ച വെക്കുന്നുണ്ടെന്ന്. അതെ, എന്ന് വെച്ചാൽ പെണ്ണിനെ കാഴ്ച വെക്കുന്ന കണക്ക് ആണിനെ അവിടെ കാഴ്ച വെക്കുന്നുണ്ട്. പിന്നെ അതിന് കൊച്ചു പെമ്പിള്ളാരെ, അത് എത്ര വയസ്സാന്ന് ഞാൻ പറഞ്ഞില്ല, കൊച്ചു പെമ്പിള്ളാരെ കൊണ്ടാണ് ഇവർക്ക് വിൽക്കുന്നത്. ഒരു ദിവസത്തിന് ഒരു രാത്രിക്ക് വേണ്ടി ചാരായ ഉൾപ്പെടെയുള്ള ഇതിന് വിൽക്കുന്നത് പോലീസുകാർക്ക് എല്ലാവർക്കും. പല ആൾക്കാരും കൂട്ടിക്കുന്നുണ്ടെന്ന്. വിളിച്ചാരാന്ന് എന്തോന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ് നമുക്ക് ഇത് ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ, നമ്മൾ ഇങ്ങനത്തെ എത്ര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് പോയി കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ അവരടുത്ത് പറഞ്ഞും ചെയ്ത് നമുക്ക് താല്പര്യമുണ്ട്, നമ്മൾ ചെയ്യാതെ ആ സാധനം ഞങ്ങൾ. പക്ഷെ നമ്മൾക്കൊക്കെ അവിടെ അന്നേരം അവർ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റത്തില്ല, അത് മൊത്തം ഏരിയയാണ്. ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പക്ഷെ നമുക്ക് അങ്ങനെ എത്തണമെങ്കിൽ ഒരു 10-15 ദിവസമെങ്കിലും അവിടെ പോയി ഒരാൾ വേറൊരാളാണ് വെളിയിൽ നിന്നുള്ള ഒരാൾ താമസിച്ചെന്ന് പറഞ്ഞാൽ ചെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് ഇതുപോലുള്ള ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഒരുപാട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കർഷണം നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളായാലും ഇതുവരെ ഒരു ന്യൂസ് ചാനലിൽ വരാത്ത കാര്യങ്ങളായാലും ഒരുപാട് കാര്യങ്ങൾ ഇന്നും ആൾക്കാർ എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്. പല കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ. ആ വലിയ കാര്യങ്ങളും വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം ഇടപെടണമെങ്കിൽ, പോയി ഇറങ്ങി തിരിച്ചിടപെടണമെങ്കിൽ നമ്മുടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പിണറായി വിജയനെ ഈ ഒരു വർഷം തേക്കുന്നതിന് മുമ്പ് ഇറക്കാൻ നമുക്ക് അറിയാതെ അർത്ഥത്തിൽ, പക്ഷെ അതിന് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ വായ്ത്താളം അടിക്കുന്ന എല്ലാ നേതാക്കന്മാരോടും പറയാം, നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? കേരളത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ? രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒരു വാഴയ്ക്കും പറ്റത്തില്ല. രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒരു വാഴയ്ക്കും പറ്റത്തില്ല. കാരണം ഒരു കോൺഗ്രസിന് പിടിച്ചു നിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വേണം, BJP വേണം. BJPക്ക് പിടിച്ചു നിൽക്കണോ ഈ 2 പാർട്ടിയും വേണം, കമ്മ്യൂണിസ്റ്റ് പിടിച്ചു നിൽക്കണോ ഈ 2 പാർട്ടിയും വേണം. ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. നമ്മൾ പൊട്ടന്മാരാണ്. കാരണം ഇവരുടെ പല ബിസിനസ്സിലും പല കമ്മീഷൻ കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടി മെയിൻ വലിയ ഏമാമാർക്ക് കമ്മീഷൻ കൊടുത്ത് ഇവര് പല രീതിയിൽ തന്ത്രം മെനയുന്നുണ്ട്. നമ്മളാണ് വെറും പൊട്ടന്മാര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നിട്ട് വേറെ കാട് കയറി പോയി. നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്കെതിരെ നോക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായ നടപടി എടുക്കും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നല്ല കാര്യം തന്നെ. പക്ഷേ അത് ഈ തോന്നിവാസം കാണിക്കുന്നവർക്ക് ആ സുരക്ഷ ശിക്ഷ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം ഒരുപാട് പേര് മുതലെടുക്കുന്നുണ്ട്. അതെ. പിന്നെ പിന്നെ ഇപ്പൊ ബോച്ച എടുത്ത് കാണിച്ചത് വെറും ക്രൂരത യഥാർത്ഥത്തിൽ. അയാളെ കാണിച്ച വെറും തെമ്മാടിത്തരമാണ്. അയാൾ അങ്ങനെ പിടിച്ച് ജയിലിടേണ്ട ആവശ്യമില്ല. അപ്പുറം പീഡനം നടത്തി നിങ്ങളുടെ പാർട്ടി തന്നെ ഈ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും എല്ലാ പാർട്ടി തന്നെ ആയാലും ഉണ്ട്. അവരെയൊന്നും പിടിച്ച് അറസ്റ്റ് ഇടുന്നുണ്ടോ? ഏറ്റവും വലിയ ഉദാഹരണം ഈ മുകേഷൊക്കെ. അവർക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാ പിടിച്ചത്? ഈ നവീൻ ബാബുവിന്റെ കാര്യം, ഈ മരിച്ച നവീൻ ബാബുവിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി PP ദിവ്യയെ അറസ്റ്റ് ചെയ്ത് എത്ര ദിവസം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തേ? അന്നൊന്നും ഈ പോലീസിന് മുട്ടിടിച്ചില്ല. അതൊക്കെ പോട്ടെ. അപ്പം നിയമം എല്ലാവർക്കും ഒരേ കണക്കാക്കണോ? എന്റെ ആശാനെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തുല്യത കൊണ്ടുവരിക. ആണിനും പെണ്ണിനും ഒരേ. ഇപ്പൊ ഇതൂടെ പറഞ്ഞപ്പം ഇനി നമ്മൾ വഴിയെ പോകുമ്പോ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല. അവളുകൊണ്ട് കേസ് കൊടുക്കും. അവളുകൊണ്ട് കേസ് കൊടുക്കും, നമ്മളകത്താവും. അതൊക്കെ ഒരു തെണ്ടിത്തരം. ഇത് 10 വോട്ടിന് വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പൊ പെടലി ഒന്നും വയ്യായിരിക്കുക, ആരും അടിച്ചതൊന്നുമല്ല, കിടക്കയിൽ ഉളുക്കിയതാണ്. കിടക്കയിൽ ഉളുക്കിയതല്ല, അത് രാവിലെ എഴുന്നേറ്റിട്ട് കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേന് പെട്ടെന്നൊരു ഇത് വന്നു, അങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ഓക്കെ. അപ്പം നന്ദി, നമസ്കാരം.